നിങ്ങൾ നൽകിയ ഹൃദ്യമായ സ്വീകരണം, ഹൃദയസ്പർശിയായ സ്വീകരണം, ഈ സ്നേഹവും വാത്സല്യവുമാണ് എൻ്റെ കരുത്ത്. നിങ്ങളുടെ ഈ സ്വീകരണത്തിന്, ഈ സ്നേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരുമിച്ച് ഒരു വലിയ വിജയത്തിലേക്ക് നടന്നെടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പായിപ്ര പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുളവൂരിൽ UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കൊല്ലനാടന് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. UDFിൻ്റെ ശക്തി കേന്ദ്രമാണ് മുളവൂർ മേഖല. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഏറെ സ്വാധീനമുള്ള പ്രദേശം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രദേശത്തെ 8 ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും UDF ആണ് വിജയിച്ചത്. പെസഹാദിനമായ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു മുളവൂരിൽ സ്വീകരണ പര്യടനം ഒരുക്കിയത്. നെരുപ്പ് റേഷൻ കടപ്പടിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ അംഗം PM അമീർ അലി ആയിരുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് പര്യടനത്തോടൊപ്പമുള്ള നേതാക്കളുടെ പ്രസംഗം. മുസ്ലിം ലീഗ് നേതാവ് PS റഷീദിന്റെ തകർപ്പൻ പ്രസംഗം. 2021 മത്സരരംഗത്തേക്ക് വരുമ്പോൾ പത്രിക സമർപ്പിക്കാൻ പോകവെ അനുഗ്രഹിച്ചുകൊണ്ട് മാതാവ് പറഞ്ഞ വാക്കുകൾ. തുടർന്ന് MLA ആയ ശേഷം പിണറായി വിജയനെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ടായിരുന്നു റഷീദിന്റെ പ്രസംഗം. ഞാൻ എൻ്റെ മകന് നോമിനേഷൻ പൂരിപ്പിച്ച് അത് മകൻ ഒപ്പിട്ട് എൻ്റെ മകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ ആ മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ആ മകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തില് നീ ഒരു MLA ആയി, നീ ഒരു സ്ഥാനത്ത് വന്ന് നീ ഒരു MLA ആയി നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ നിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് നിനക്ക് വോട്ട് ചെയ്ത് നിന്നെ വിജയിപ്പിച്ച ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ ഒരു കൊച്ചിന് പോലും നിന്റെ പ്രവർത്തന ദൂഷ്യം കൊണ്ട്, നിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് ഒരൊറ്റ വസിയത്ത് മാത്രമാണ് തന്റെ മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞത് എങ്കിൽ, പ്രിയമുള്ളവരെ, 5 വർഷം കഴിഞ്ഞ് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA ഈ മൂവാറ്റുപുഴ മണ്ഡലത്തില് 1238 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ഈ മണ്ണിൽ, ഈ മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഒരൊറ്റ പ്രവർത്തകനും, ഒരൊറ്റ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും, ഒരൊറ്റ മാത്യു കുഴൽനാടൻ വോട്ട് ചെയ്ത ഒരൊറ്റ പ്രവർത്തകനും തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA ഒരു മുട്ടുസൂചിയുടെ അഴിമതി നടത്താതെ ഈ നാടിന്റെ മാനം കാത്ത്, ഈ നാട്ടുകാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ നാടിനു വേണ്ടി നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, നീതിബോധത്തോടുകൂടി, കാര്യബോധത്തോടുകൂടി, കർത്തവ്യബോധത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലം ഈ മൂവാറ്റുപുഴ മണ്ഡലത്തില് ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയ ഒരു MLA കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ കേരളത്തിലെ അസംബ്ലിയിലെ രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അങ്ങ് നടത്തിയ ദുശ്ചെയ്തികൾക്കെതിരെ, അങ്ങ് നടത്തിയ അഴിമതിക്കെതിരെ, അങ്ങ് നടത്തിയ കൊള്ളരായ്മക്കെതിരെ, അങ്ങ് നടത്തിയ ധാർഷ്ട്യത്തിനെതിരെ, അങ്ങ് നടത്തിയ സ്വാർത്ഥതയ്ക്കെതിരെ, അങ്ങ് നടത്തിയ അഴിമതിക്കെതിരെ, അങ്ങ് രാജ്യം ഭരിക്കാൻ അർഹനല്ല, അങ്ങ് കള്ളനാണ്, അങ്ങ് കൊള്ളക്കാരനാണ്, അങ്ങ് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നവനാണ്, അങ്ങ് അഴിമതി വീരനാണ്, അങ്ങ് അകുതോലോക നായകന്മാരെ സംരക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്യു കുഴൽനാടന് ഒട്ടേറെ യാതനകളും വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ, തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോണിന്റെ പ്രസംഗം. സോഷ്യൽ ഓഡിറ്റിന് വെല്ലുവിളിച്ചിട്ട് LDF സ്ഥാനാർത്ഥി എവിടെയെന്നാണ് സാബുവിന്റെ ചോദ്യം. സംവാദത്തിന് തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ 140 MLA-മാരിൽ മൂവാറ്റുപുഴ 1298 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ, 5 വർഷക്കാലം അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ ശമ്പളവും ഓണറേറിയവും ഈ മൂവാറ്റുപുഴയിലെ നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്ത് രാഷ്ട്രീയം സേവനമാണെന്നും ഉപജീവനത്തിന് തൊഴിൽ മാർഗമാണെന്നും കേരളത്തിലെ ജനങ്ങളെ, വിദ്യാർത്ഥികളെ, അതുപോലെ യുവാക്കളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴയ്ക്ക് ഒരു മാർഗദർശിയായി മാറിയ
കേരളത്തിലെ യുവാക്കൾക്ക് ഒരു ദിശാബോധം നൽകിയ UDFന്റെ ജനപ്രതിനിധികളടക്കം നൂറുകണക്കിന് പേർ ഇവിടെ സ്വീകരിക്കാനെത്തിയിരുന്നു. പൊതുവെ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി കാര്യമായി പ്രസംഗിക്കുന്നില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും വാത്സല്യവുമാണ് എന്റെ കരുത്തെന്ന് പറഞ്ഞ് വാക്കുകൾ ചുരുക്കുന്നു. തുടർന്ന് അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് മുളവൂർ PO ജംഗ്ഷൻ, പൊന്നിരിക്കപ്പറമ്പ്, പള്ളിപ്പടി, ഹെൽത്ത് ജംഗ്ഷൻ, ആട്ടായം തുടങ്ങി സ്വീകരണ കേന്ദ്രങ്ങളെല്ലാം UDF പ്രവർത്തകർ ആവേശകരമായ വരവേൽപ്പാണ് ഒരുക്കിയത്. UDF ചെയർമാൻ അലി മുതുപാട്ട്, കൺവീനർ PM അബൂബക്കർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. സ്ത്രീകളും കുട്ടികളും അടക്കം മാലയിട്ട് സ്വീകരിച്ചു. പെരുമറ്റം കവലയിലായിരുന്നു സമാപന സമ്മേളനം. രാത്രി വൈകിയാണ് പെരുമറ്റത്തെത്തിയത്. മാത്യു കൊൾനാടൻ MLA എത്തും മുമ്പ് യുവനേതാക്കളായ നൌഷാദ് മായ്ക്കനാട്ട്, TM ആഷിം എന്നിവരുടെ UDFന് വോട്ട് ചെയ്യേണ്ട കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്ന പ്രസംഗം കാണികളെ പിടിച്ചിരുത്തി. പെരുമറ്റത്തെത്തിയ മാത്യു കൊൾനാടിനെ പ്രകടനമായി ആനയിച്ചാണ് സ്വീകരണവേദിയിലേക്ക് എത്തിച്ചത്. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് നേതാവ് KM അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗത്തിൽ മതേതര സംരക്ഷണത്തിനു വേണ്ടി തന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരങ്ങളും നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പോരാട്ടവും വിശദീകരിച്ചായിരുന്നു മാത്യു കൊൾനാടൻ വോട്ട് തേടിയത്. നമ്മൾ തുടങ്ങിയത് വളരെ ഐശ്വര്യമുള്ള ഒരു തുടക്കമായി. ചന്തപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ആ ജാഥ അവസാനിച്ചത് കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയിലാണ്. അന്ന് അവിടെ നിസ്കാരം നടത്താനുള്ള സൗകര്യം ചെയ്തത് ആ പള്ളി അങ്കണത്തിലാണ്. അന്ന് നമുക്ക് ഒതുവെടുത്തതിന് ശേഷം ബാങ്ക് വിളിച്ചു തന്നത് പ്രിയങ്കനായ എൻ്റെ സുഹൃത്ത് മുനവറലി തങ്ങളായിരുന്നു. ഏറ്റവും ഐശ്വര്യസമ്പന്നമായ ദേശീയ തലത്തിലല്ല അന്തർദേശീയ തലത്തിൽ ചർച്ചയായ ഒരു സെക്യുലർ മാർച്ചാണ് അന്ന് നമ്മൾ നടത്തിയത്. അന്നു മുതൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും മതേതരത്വത്തിലായിരിക്കും. മതേതര പോരാട്ടത്തിന് വേണ്ടി ഏത് സമയത്തും ഏതറ്റം വരെയും പോകുന്ന രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. അതിനുശേഷം നിരവധിയായ സംഭവങ്ങളുണ്ടായി. പൗരത്വ ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മോഡി സർക്കാർ ശ്രമിച്ചപ്പോ MLA എന്ന നിലയിൽ ഈ മൂവാറ്റുപുഴയിൽ നിന്നും ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം ഈ രാജ്യം കേട്ടതാണ്. അതിന് പിന്നാലെ മണിപ്പൂരിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരന്മാർ വേട്ടയാടപ്പെട്ടപ്പോ അതിനോട് മൗനം ഭജിച്ച പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരെ മിണ്ടാതിരിയാടാതെ 24 മണിക്കൂർ മൂവാറ്റുപുഴ മൗനമാചരിച്ചപ്പോൾ അതിന്റെ ശബ്ദം വളരെ ഉച്ചത്തിൽ ഈ സംസ്ഥാനത്തും ദേശീയ തലത്തിലും നമ്മൾ കേൾപ്പിച്ചതാണ്. അത് മാത്രമല്ല, വഖഫ് നിയമ ഭേദഗതി വന്നപ്പോ അന്ന് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അന്ന് എന്റെ ക്രൈസ്തവ സഹോദരങ്ങളോട് പറഞ്ഞതാണ്, ഇന്ന് മുസ്ലിം സഹോദരന്മാർക്ക് നേരെയാണ് എങ്കിൽ ഇത് നാളെ ക്രൈസ്തവ സഹോദരന്മാർക്ക് നേരെ തിരിയാനുള്ള സമയം അതിവിദൂരമല്ല എന്ന് പറഞ്ഞു വച്ചിട്ടതുപോലെ കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, FCRA നിയമത്തിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവിടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സഭാ മേലധ്യക്ഷന്മാരോ സഭാ സ്ഥാപനങ്ങളോ വൈദേശികമായിട്ടുള്ള സഹായം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ എല്ലാം അനിശ്ചിതത്തിലാക്കുന്ന നിയമം അവർ പാസാക്കിയിരിക്കുന്നു. വഖഫ് നിയമ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കളുടെ മേൽ എങ്ങനെയാണോ BJP കണ്ണുവെച്ചതും കരം പതിപ്പിച്ചതും അതേ നിലയിൽ തന്നെ ക്രൈസ്തവ സഹോദരങ്ങളുടെ സഭകളുടെ സ്ഥാപനങ്ങളുടെയും സ്വത്തുക്കളുടെയും മേൽ കൈവയ്ക്കാൻ BJP തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ രാജ്യത്തെ അപകടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒറ്റയാൾ പട്ടാളം പോലെ പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആക്ഷേപം കൊണ്ട്, അധിക്ഷേപം കൊണ്ട്, അന്വേഷണങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയെ തളർത്താൻ എങ്ങനെയാണോ BJP സർക്കാർ ശ്രമിക്കുന്നത്, സമാനമായ ശൈലിയാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ ആര് ചലിച്ചാലും അത് പാർട്ടിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും അവരെ നിശബ്ദരാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അതുകൊണ്ടാണ് കന്നിക്കാരനായി നിയമസഭയിൽ ചെന്ന ഞാനൊരു വിഷയം ഉന്നയിച്ച് സംസാരിച്ചപ്പോ ആരും പ്രതീക്ഷിക്കാതെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ക്രുദ്ധനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മളെ വായടപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് വിചാരിക്കുന്നത് പോലെ അങ്ങ് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല മൂവാറ്റുപുഴയിൽ നിന്നും ജനം എന്നെ തിരഞ്ഞെടുത്തയച്ചത്. ജനം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. പിന്നാലെ 1 അല്ല 9 അല്ല ഒരുപാട് അന്വേഷണങ്ങളും നടപടികളും എനിക്ക് നേരെ വന്നത് മജീദ് കവരെ സൂചിപ്പിച്ചു. അപ്പോഴെല്ലാം എന്നെ നിലനിർത്തിയതും എനിക്ക്
സംരക്ഷണം തന്നതും ഇവിടുത്തെ UDF പ്രവർത്തകരും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളുമായിരുന്നു. കാരണം തെറ്റ് ചെയ്യാൻ ഒരുതനെ വേട്ടയാടുമ്പോ അവന് വേട്ടയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് മൂവാറ്റുപുഴ പ്രഖ്യാപിച്ചതാണ്. നിങ്ങൾ അറിയണം, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ MLA ഓഫീസ് മാർച്ച് നടന്നത്, ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് ഏറ്റവും കൂടുതൽ മാർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ MLA ആയ എന്റെ ഓഫീസിലേക്കാണ്. DYFIയുടെ മാർച്ചും CPMന്റെ മാർച്ചും CITUവിന്റെ മാർച്ചും ഉണ്ടായിട്ടുള്ളത്. 9 മാർച്ചുകളാണ് നിങ്ങൾ MLA ഓഫീസിലേക്ക് നടത്തിയത്. അതൊന്നും ഞാനിവിടെ തെറ്റോ കുറ്റോ ചെയ്തിട്ടല്ല. നിങ്ങളുടെ നേതാവ് ചെയ്ത തെറ്റ് ചൂണ്ടിക്കാട്ടിയപ്പോ അതിനെതിരായിട്ടായിരുന്നു. നിങ്ങളുടെ നേതാവിന്റെ തെറ്റിനെതിരെ പ്രതികരിച്ചപ്പോ അതിനെതിരായിട്ടായിരുന്നു. ഒരുപക്ഷേ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പ്രതികരിക്കാൻ ആഗ്രഹിച്ചപ്പോ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാവും ഇല്ലാതെ വന്നപ്പോ ഞാൻ ഈ വശത്ത് നിന്ന് പറഞ്ഞതിനെ കൈയടിച്ച് നിശബ്ദമായി പ്രോത്സാഹിപ്പിച്ച ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു.